നമസ്കാരം. 79 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് വെട്ടി ഗതാഗത മന്ത്രി. ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ ഓഫീസ് അസിസ്റ്റന്റ് വരെയുള്ള 79 പേരെ സ്ഥലം മാറ്റി ശനിയാഴ്ച കമ്മീഷണർ എസ് ശ്രീജിത്ത് ഇറക്കിയ ഉത്തരവാണ് തിങ്കളാഴ്ച മരവിപ്പിച്ചത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ എല്ലാ RTOമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ച നിർദ്ദേശം വാട്സാപ്പ് വഴി നൽകി. അഴിമതി തടയുക എന്ന ലക്ഷ്യമിട്ട് 3 മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും. ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് രീതി. ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ പരസ്യ വാക്കുതർക്കമുണ്ടായ ശേഷം കമ്മീഷണറുടെ ആദ്യ സ്ഥലം മാറ്റ ഉത്തരവാണിത്. എല്ലാ സേവനങ്ങളും ഓൺലൈനിലായതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ല എന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെയാണ് കേരളത്തിൽ അവ അഴിമതി കേന്ദ്രങ്ങളായി തുടരുന്നത്. ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലേക്ക് പുനർവിന്യാസം നടത്തും എന്ന തീരുമാനവും നടപ്പായില്ല. അതേസമയം സംസ്ഥാനത്ത് അപകടങ്ങൾ കുറച്ച് ലോക നിലവാരത്തിലേക്ക് ഡ്രൈവിംഗ് ഉയർത്തുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചതാണ് അദ്ദേഹം. 27 തവണ ടെസ്റ്റിൽ പരാജയപ്പെട്ട് ലൈസൻസ് എടുത്തവരുണ്ട്. ഗൾഫിലും അമേരിക്കയിലുമൊക്കെ ലൈസൻസ് കിട്ടാൻ വളരെ പാടാണ്. ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനം ഓടിക്കാൻ പഠിക്കാൻ വീണ്ടും ഫീസ് കൊടുത്ത് ക്ലാസ്സിന് പോകുന്ന നാടാണ് നമ്മുടേത്. റോഡിലെ അപകടങ്ങൾ കുറയ്ക്കുക എന്നതാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ലൈസൻസ് എടുക്കുന്നവർ ലോകത്ത് എവിടെ ചെന്നാലും ലൈസൻസ് പാസ്സാവണം. ചുളുവിന് ലൈസൻസ് എടുക്കണം എന്ന് കരുതുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ലൈസൻസ് എടുക്കട്ടെ. എന്നാൽ നിയമം അനുസരിക്കുന്നതാണ് മാന്യത എന്ന് കരുതുന്നവർക്ക് ഇപ്പോഴത്തെ നിയമങ്ങൾ ഉപകാരപ്രദമായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റോഡ് അപകടങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ. AI ക്യാമറ വെച്ചതോടെ അപകടങ്ങൾ കുറഞ്ഞില്ലേ? ദുർവാശിയൊന്നുമല്ല. ഇന്ത്യ സർക്കാരിന്റെ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും നടപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അല്ലാതെ തൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല. താനൊരു ശാസ്ത്രജ്ഞനുമല്ല. നിയമം അനുസരിക്കണം, അത്രമാത്രമേ ഉള്ളൂ. കേരളം കൊടുക്കുന്ന സർവകലാശാലകൾക്കൊരു മൂല്യമുണ്ട് പുറത്ത്. അതുപോലെ കേരളത്തിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ് അതിനൊരു മൂല്യമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തണം. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു AMVയും കൂടി ഒരു ദിവസം രാവിലെ 8 മുതൽ ഉച്ചവരെയുള്ള സമയത്തിനിടയിൽ കൊടുക്കുന്നത് 60 ലൈസൻസ് ആണ്. ഇതൊരു മഹാ അത്ഭുതമല്ലേ? മാജിക് അല്ലാതെ ഇത് മറ്റെന്താണ്? ഇത് ശരിയാണോ? അതുകൊണ്ട് അത് കുറച്ച് 30 ആക്കി. ലൈസൻസിന്റെ വില എന്താണെന്ന് ഇവിടുത്തുകാർക്ക് അറിയില്ല. പക്ഷേ പ്രവാസികൾക്ക് മനസ്സിലാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു.